നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 4. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം കാണാത്തവർ ദയവായി ഈ 3 വീഡിയോ ക്ലാസ് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും ബാക്കി ക്ലാസ് കൂടി കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ മോഡലുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. 0.55 മില്ലിഗ്രാം ഇലക്ട്രോൺസ് എടുത്താൽ, ഇലക്ട്രോൺസ് എടുത്താൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഓപ്ഷൻ വന്നിട്ടുണ്ട്. 1 മോൾ, ഓപ്ഷൻ ബി 2 മോൾ, ഓപ്ഷൻ സി 1.5 മോൾ, ഓപ്ഷൻ ഡി 0.5 മോൾ. നോക്കാം അങ്ങനെ ചെയ്യുമെന്ന്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാസ് ഓഫ് 1 ഇലക്ട്രോൺ ആദ്യം എടുക്കുക. മാസ് ഓഫ് 1 ഇലക്ട്രോൺ എത്രയാണ്? മാസ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 9.1 into 10⁻⁻28 ഗ്രാം ആണല്ലോ. നമ്മൾ പഠിച്ചതാണ് മാസ് ഓഫ് 1 ഇലക്ട്രോൺ ഈക്വൽ ടു 9.1 into 10⁻⁻28 ഗ്രാം. ക്വസ്റ്റ്യനിൽ ഇവിടെ മില്ലിഗ്രാം തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനെ മില്ലിഗ്രാം ആക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം? 9.1 into 10⁻⁻25 മില്ലിഗ്രാം ആണല്ലോ. എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് മാസ് ഓഫ് 1 ഇലക്ട്രോൺ എത്ര കിട്ടി? 9.1 into 10⁻⁻25 മില്ലിഗ്രാം കിട്ടി. മാസ് ഓഫ് 1 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ എത്ര ആയിരിക്കും? നോക്കാം. മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ എത്രയായിരിക്കും? ഒരെണ്ണത്തിന്റെ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണല്ലോ. അപ്പം 9.1 into 10⁻⁻25 into 6.022 into 10⁻23 എന്ന് വരും. നമുക്കത് ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0.55 മില്ലിഗ്രാം എന്ന് കിട്ടും. നിങ്ങൾ ചെയ്യുമ്പം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 0.55 മില്ലിഗ്രാം. ഇവിടെ നമുക്ക് മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ ആണ് എന്ത്? 0.55. നമ്മളോട് ചോദിച്ചത് എന്താണ്? 0.55 മില്ലിഗ്രാം ഇലക്ട്രോൺ എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് എന്നല്ലേ? അപ്പൊ എത്ര? 1 മോൾ. അപ്പൊ 1 മോൾ ഇലക്ട്രോൺ എടുത്താലാണ് എന്ത്? 0.55 മില്ലിഗ്രാം ആകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. എ കോമ്പൗണ്ട് ഈസ് മേഡ് അപ്പ് ഓഫ് എ ആൻഡ് ബി. ഏതോ ഒരു കോമ്പൗണ്ട് എ എന്ന എലമെന്റും ബി എന്ന എലമെന്റും വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. എ ഈസ് 70% ആൻഡ് ബി ഈസ് 30%. എയുടെയും ബിയുടെയും പെർസെന്റേജ് തന്നിട്ടുണ്ട്. 70% ആണെന്നും ബി 30% ആണെന്നും. The relative number of moles of A and B are 1.25 and 1.88 respectively. അതായത് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എയുടെ 1.25 ആണെന്നും ബിയുടെ 1.88 ആണെന്നും. അതായത് നമ്പർ ഓഫ് മോൾസ് എയുടേത് 1.25ഉം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറയുന്നത് 1.88 ആണെന്ന് തന്നിട്ടുണ്ട്. If the molar mass of the compound is 160, മോളാർ മാസ് എന്ന് പറയുന്നത് 160 ആണെങ്കിൽ find the molecular formula. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ പോലെ അല്ല ഇത് ചെയ്യുന്നത്. എങ്ങനെ നോക്കാം. നോക്കിയാണ് ഇവിടെ നമുക്ക് പറഞ്ഞത് എയും ബിയും ഉണ്ട്. എയുടേത് 70%, ബിയുടെ 30%. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. എയുടേത് 1.25 ആണെന്നും ബിയുടേത് 1.88 ആണെന്നും ആണല്ലോ. ഇത്രയും വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പെർസെന്റേജിനെ എന്ത് ചെയ്യണം? നമ്മുടെ മോളാർ മാസ് ഡിവൈഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് 1.25ഉം 1.88ഉം. ഇതിൽ ചെറിയ നമ്പർ ആരാണ്? 1.25. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് നമ്പറിനെയും
1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1.25 by 1.25 equal to 1 എന്ന് വരും. അതുപോലെ 1.88 divided by 1.25 ചെയ്യുമ്പം നിങ്ങൾക്ക് അറൗണ്ട് 1.5 വരും. അപ്പം നമുക്ക് നമ്മുടെ സിംപിളസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1 ഉം 1.5 ആണ്. ഇത് സിംപിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിംപിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആക്കണം. എങ്ങനെ മാറ്റാം? ഈ 1.5 എന്ത് ചെയ്യണം? നമുക്കൊരു 3/2 എഴുതാമല്ലോ. 1.5നെ 3/2 എഴുതാമല്ലോ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് 1 ഉണ്ട് 3/2 ഉണ്ട്. അപ്പൊ ഇതിനെ വേണം എന്ത് ചെയ്യാൻ? നമുക്ക് സിംപിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഒക്കെ അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ? ഇത് 2 ആകും, ഇത് 3 ആകും. നോക്കിയാണ് 2/2 3/2 into 2 വരും. സോ ആ 2ഉം ഈ 2ഉം കട്ടായി പോകും. അങ്ങനെ ഇവിടെ 3 മാത്രം ആവുന്നേ. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2 2. അപ്പൊ നോക്കിയാണ് നമുക്കിവിടെ എയുടെ റേഷ്യോ 2 എന്നും ബിയുടേത് 3 എന്നും കിട്ടി. സോ ദ കോമ്പൗണ്ട് ഈസ്, കോമ്പൗണ്ട് അല്ല, എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ A2B3. ശ്രദ്ധിക്കണേ, ഇങ്ങനെ വേണം എംപെറിക്കൽ ഫോർമുല കണ്ടെത്താൻ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അല്ല. ഇവിടെ നമ്മളോട് പറഞ്ഞത് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ ഓഫ് മോൾസിൽ ചെറുതാരം നോക്കുക. ഞാൻ ചെറുതാരം നോക്കിയപ്പോൾ 1.25 ആണെന്ന് കണ്ടു. സോ 1.25 എന്ത് ചെയ്തു? രണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പൊ 1ഉം കിട്ടി 1.5ഉം കിട്ടി. അപ്പൊ ഇതെന്തല്ല? ഹോൾ നമ്പർ അല്ല. സോ എന്ത് ചെയ്യണം? നമുക്ക് ഹോൾ നമ്പർ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്ത്? 1.5നെ ഞാൻ 3/2 എന്ന് എഴുതി. സോ 1ഉം 3/2 ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾ നമ്പർ ആക്കാനായിട്ട് 2 താഴെയുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ 2 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു. 1 into 2, ഇവിടെ 3, ഈ 2ഉം ഈ 2 കട്ടായി പോയിട്ട് 3 വരും. അപ്പൊ 2ഉം 3ഉം വന്നു. സോ എയുടേത് 2 ആണെന്നും ബിയുടേത് 3 ആണെന്നും കിട്ടി ആണല്ലോ. എയുടെ 2ഉം ബിയുടെ 3. സോ A2B3. ഓക്കെ, ബാക്കി മാറ്റിട്ട് എഴുതണേ. നോക്കാം നമുക്ക് ബാക്കി. ഞാൻ ക്വസ്റ്റിൽ കാണുന്ന ഡാറ്റസ് മാത്രം എടുത്ത് എഴുതിയിട്ടുണ്ട്, കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. A 70% ആയിരുന്നു, B 30% ആയിരുന്നു. എയുടെ നമ്പർ ഓഫ് മോൾസ് 1.25 ആയിരുന്നു, ബിയുടെ 1.88 ആയിരുന്നു. നമുക്ക് കിട്ടിയ എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ A2B3. നമുക്ക് എംപെറിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത എംപെറിക്കൽ ഫോർമുല മാസ് കണ്ടെത്തുമായിരുന്നു, അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് എംപെറിക്കൽ ഫോർമുല മാസ് കണ്ടെത്താനായിട്ട് എയുടെയും ബിയുടെയും മാസ് തന്നിട്ടില്ല. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വളരെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യുമായിരുന്നു? നമുക്കിവിടെ H2C2 കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെയും കാർബണിന്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അറ്റോമിക് മാസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എയും ബി തന്നിട്ടുള്ളത്, അതിന്റെ അറ്റോമിക് മാസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എംപെറിക്കൽ ഫോർമുല അതുവഴി സാധാ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമുക്ക് ഇവിടെ എന്തിക്കണേ? A 70% ഉണ്ടെന്നും B 30% ഉണ്ടെന്നും തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് മോളാർ മാസ് കണ്ടെത്തണം. അവിടെ നിന്ന് വേണം കണ്ടെത്താൻ. സോ മോളാർ മാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തിനറിയാമോ? ആ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 1.25 ചെയ്യണം. എയുടെ നമ്പർ ഓഫ് മോൾസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? പെർസെന്റേജ് ബൈ മോളാർ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു പെർസെന്റേജ് എത്രയാണ്? 70 ബൈ 1.25 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 56 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാത്ത. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. 56 എന്ന് കിട്ടും. സോ മോളാർ മാസ് ഓഫ് ബി എന്ന് എത്താം. മോളാർ മാസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ബൈ മോൾ തന്നെയാണ്. പെർസെന്റേജ് ബൈ മോൾ നോക്ക്, പെർസെന്റേജ് എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡ് ബൈ 1.25 ഇസ് ഈക്വൽ ടു 15.96 സംതിങ് വരും. നമുക്ക് 16 ഒക്കെ എഴുതാം. ഞാൻ വീണ്ടും പറയാം, അത് എത്രയായിട്ട് 15.9 സംതിങ് വരും. സോ ഞാൻ റൗണ്ട് ചെയ്ത് 16 ആക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തറിയാം? മോളാർ മാസ് ഓഫ് എ അറിയാം, 56 ഗ്രാം ആണ്. മോളാർ മാസ് ഓഫ് ബി ആണ് 16 ഗ്രാം ആണെന്നറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എംപെറിക്കൽ ഫോർമുല മാസ് കണ്ടെത്താം. എന്ത് ചെയ്താൽ മതി? എ എത്രയുണ്ട്? 56 ഇൻറ്റു എത്ര ഉണ്ട്? എ 2 എണ്ണം ഉണ്ട്, ഇൻറ്റു 2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 16 ഇൻറ്റു ബി 3 എണ്ണം ഉണ്ട്, 3 എണ്ണം. 56 ഇൻറ്റു 2 50 ഇൻറ്റു 2 100, 6 ഇൻറ്റു 2 12. സോ 112 പ്ലസ് 16 ഇൻറ്റു 3 48
112 48 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 160 കിട്ടും. 160 ഗ്രാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്ക് ക്വസ്റ്റ്യനിൽ മോളാർ മാസ് തന്നിട്ടുണ്ടായിരുന്നു, മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് തന്നിട്ടുണ്ടായിരുന്നേ, മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് തന്നിട്ടുണ്ടായിരുന്നേ, മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു 160 തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതാൻ വിട്ടുപോയതാ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനില് മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് 160 തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ എംപെറിക്കൽ ഫോർമുല മാസ് 160 കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം, n കണ്ടെത്താം. n ഈക്വൽ ടു എന്താണ്, എംപെറിക്കൽ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്. എംപെറിക്കൽ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ആണ്. സോ 160 ബൈ 160 ഈക്വൽ ടു 1. എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇനി മോളിക്കുലർ ഫോർമുല കണ്ടെത്താം. എന്താണ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെറിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെറിക്കൽ ഫോർമുല. n എത്രയാണ്? ഇവിടെ 1 ആണ്. എംപെറിക്കൽ ഫോർമുല എത്രയാണ്? A2B3. A2B3. സോ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു A2B3. ഇതാണ് ഉത്തരം. ഓക്കെ, ശ്രദ്ധിക്കണേ, നമ്മൾ സാധാ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പോലെ അല്ല. ഇവിടെ നമുക്ക് എലമെന്റ് എയും ബിയുടെയും മോളാർ മാസ് തന്നിട്ടില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത്, അതിന്റെ പെർസെന്റേജ് തന്നിട്ടുള്ളത്. സോ പെർസെന്റേജ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ചെയ്യുക. അപ്പൊ നമുക്ക് മോളാർ മാസ് ഓഫ് ആ ഓരോന്നിന്റെയും കിട്ടും. അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, എംപെറിക്കൽ ഫോർമുല കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ എംപെറിക്കൽ ഫോർമുല മാസ് കണ്ടെത്താം. എംപെറിക്കൽ ഫോർമുല മാസ് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം, n കണ്ടെത്താം. കണ്ടെത്താൻ എന്ത് വേണം, എംപെറിക്കൽ ഫോർമുല മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്. ബാക്കിയെല്ലാം പഴയ പോലെ സാധാ ചെയ്യുന്നത് പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേണേ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് അമോണിയ produced at STP when 140 gram of nitrogen reacted with 30 gram of hydrogen. ശ്രദ്ധിക്കണേ, 140 ഗ്രാം നൈട്രജനും 30 ഗ്രാം ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്ത എത്ര അമോണിയ പ്രൊഡ്യൂസ് ആവും അറ്റ് STP? വോളിയത്തിലാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, നമുക്ക് ഗ്രാമിലാണ് റിയാക്ടന്റിന്റെ അളവ് വന്നിരിക്കണേ ആണല്ലോ. നമുക്ക് 140 ഗ്രാം നൈട്രജനും 30 ഗ്രാം ഹൈഡ്രജനും ഗ്രാമിലാണ് റിയാക്ടന്റ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റോ വോളിയത്തില്, അമോണിയയുടെ വോളിയത്തില്. ക്വസ്റ്റ്യനില് അമോണിയ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഞാനാണ് NH3 ആക്കിയത്. അതുകൊണ്ട് അമോണിയ NH3 എന്നൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടാ. ശരി, അതൊക്കെയാണേ. അമോണിയ കിട്ടേണ്ടത് വോളിയത്തിലാണ്. നമുക്ക് കിട്ടേണ്ട ഉത്തരം വോളിയത്തിലാണ് അറ്റ് STP. ഓക്കെ, പക്ഷെ തന്നിട്ടുള്ള റിയാക്ടന്റ് ആരൊക്കെയാണ്? 140 ഗ്രാം നൈട്രജനും 30 ഗ്രാം ഹൈഡ്രജനും. കണ്ട, റിയാക്ടന്റ് ഗ്രാമിലും കിട്ടേണ്ട ഉത്തരം വോളിയത്തിലും. സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റിയാക്ഷൻ എഴുതാം. N2 plus H2 giving NH3. നമുക്കിവിടെ N2 രണ്ടെണ്ണം ഉണ്ട്. സോ 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പൊ 6 ഹൈഡ്രജൻ ആയി. സോ 3 മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കണേ, ഇവിടെ N2 2N, 6 ഹൈഡ്രജൻ, 2 into 3 6 ഹൈഡ്രജൻ. ഓക്കെ, നമുക്ക് ഇവിടെ 1 അല്ലേ, അതായത് 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ ഗീവിംഗ് 2 മോൾ അമോണിയ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആണല്ലോ, സംശയമില്ലല്ലോ. 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ ഗീവിംഗ് 2 മോൾ അമോണിയ. ശരി, ഇത് മാത്രം ഓർമ്മിരിക്കട്ടെ. നമുക്കിന് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ഇതിനെന്ത് ചെയ്യാം, മോൾസിലോട്ട് മാറ്റാം. നമുക്ക് നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. സോ 140 മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് നൈട്രജൻ. എന്നിൻ്റെത് 14 ആണ്, ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ 14 into 2 28. 7 കൊണ്ട് കട്ട് ചെയ്യാം. 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് 2 ബൈ 7 4 എടുത്തിട്ട്, സോ 20/4 5 മോൾ എന്ന് കിട്ടും. മോൾ ഓഫ് നൈട്രജൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ 5 മോൾ എന്ന് കിട്ടി. നോക്കാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം, അതും മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് തന്നെ. 30 ഡിവൈഡഡ് ബൈ H2 ആണ്. സോ 2 എണ്ണം ഉണ്ട്. Hന്റെ 1 ആണ്,
H2 ആകുമ്പോഴത്തേക്കും 2 gram. So 2 gram giving 15 mole. നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ 5 മോൾ ആണെന്നും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്ര 15 മോൾ ആണെന്ന് കിട്ടി. നോക്കടാ, നമ്മുടെ റിയാക്ഷൻ കണ്ടില്ലേ? 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ ഗീവിംഗ് 2 മോൾ അമോണിയ തന്നെ നടക്കുന്നേ. നമുക്ക് 1 ഉം 3 ഉം ഇവിടെ നോക്ക് 5 ഉം 15. നോക്ക് 5 × 3 അല്ലേ 15 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇതുപോലെ വരില്ലേ? 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 5 മോൾ നൈട്രജൻ പ്ലസ് 5 × 3 15 മോൾ ഹൈഡ്രജൻ ഗീവിംഗ് 5 × 2 10 മോൾ അമോണിയ. ശ്രദ്ധിക്കണേ, സിമ്പിൾ ആണേ. ഇവിടെ നമുക്ക് 5 മോളും 15 മോളും കിട്ടി. ഞാൻ ഇത് ഇക്വേഷൻ നോക്കിയപ്പോൾ 1 ഉം 3 ഉം ആണ്. ഇവിടെ അതേപോലെ തന്നെ 5 ഉം 15. 5 × 3 ആണ് 15 എന്ന് അറിയാം. സോ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 5 മോൾ നൈട്രജൻ പ്ലസ് 15 മോൾ ഹൈഡ്രജൻ ഗീവിംഗ് 10 മോൾ അമോണിയ. നോക്ക്, എന്റെ ക്വസ്റ്റ്യനിൽ അതേ കണ്ടീഷൻ എത്തിയില്ലേ? 140 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 5 മോൾ. 30 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 15 മോൾ. എന്ത് തരും? 10 മോൾ അമോണിയ തരും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് മോൾസിലല്ല, വോളിയം അറ്റ് STP ആണ്. സോ ഓക്കെ, നമുക്ക് ഇത് മാത്രം മാറ്റിയാണേ. ഇത് മാറ്റിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം ബാക്കി. നമുക്ക് കിട്ടി 10 മോൾ അമോണിയ എന്ന് കിട്ടി. ശ്രദ്ധിക്കണേ, ഇവിടെ STP കണ്ടീഷൻ ഉണ്ട്. 1 മോൾ ആയി കഴിഞ്ഞാൽ 1 മോൾ എന്ത് സാധനവും അറ്റ് STP ആയാൽ 1 മോൾ STP യിലായാൽ അതില് 22.4 ലിറ്റർ ആ സാധനം ഉണ്ടായിരിക്കും. അപ്പൊ ആറ്റം ആണെങ്കിൽ 22.4 ലിറ്റർ ആ ആറ്റം ഉണ്ടായിരിക്കും. മോളിക്യൂൾ ആണെങ്കിൽ അത്രയും തന്നെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് 10 മോൾ അമോണിയ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 10 മോൾ അമോണിയ അറ്റ് STP അല്ലെങ്കിൽ 10 മോൾ അമോണിയ അറ്റ് STP എത്ര തരം? 10 × 22.4 10 × 22.4 therefore 224 ലിറ്റർ അമോണിയ. ശ്രദ്ധിക്കണേ, ഒരു മോൾ അറ്റ് STP എന്ന് വെച്ചാൽ 22.4 ആണ്. സോ 10 മോൾ ആകുമ്പോഴത്തേക്കും × 10 ചെയ്യണം. സോ 10 മോൾ അമോണിയ അറ്റ് STP = 10 × 22.4, അതായത് 224 ലിറ്റർ അമോണിയ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. നോക്കാം നമുക്ക് അടുത്ത ദിവസത്തിലോട്ട്. In a reaction A plus B2 giving AB2, identify the limiting reagent in the reaction mixture containing 5 mol A and 2.5 mol B. അതായത് A plus B2 giving AB2 AB2 എന്നൊരു റിയാക്ഷൻ ഉണ്ട്. ഏതായിക്കോട്ടെ, എയും B2 കൂടെ ചേർന്ന് AB2 എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടത്തെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്തണം. എപ്പോഴാണ്? 5 മോൾ എയും 2.5 മോൾ ബിയും എടുത്ത് റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ. ശ്രദ്ധിക്കണേ, 5 മോൾ എയും 2.5 മോൾ ബിയും എടുത്ത് റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നോക്ക്, A plus B2 giving AB2 ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 1 മോൾ A പ്ലസ് 1 മോൾ B2 ആണ് നമുക്ക് എന്ത് തരുന്നേ? 1 മോൾ AB2 തരുന്നത് ആണല്ലോ. അതായത് A എത്ര മോൾ ഉണ്ടോ അത്ര തന്നെ എന്ത് വേണം? ബിയും വേണം ആണല്ലോ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1, അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ എത്ര ആയിരിക്കണം? ഇവിടെയും 5 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? ഇവിടെ 5 മോൾ A എടുത്തു. ഓക്കെ, 5 മോൾ A എടുത്താൽ അവിടെ എത്ര മോൾ B വേണം? 5 മോൾ B വേണം. പക്ഷെ ഇവിടെ എത്ര മോളേ ഉള്ളൂ? 2.5 ഉള്ളൂ. അപ്പൊ 2.5 അല്ലേ കുറവ്. നമുക്കറിയാം ഒരു റിയാക്ഷനിൽ ആരാണോ കുറച്ചുള്ളത് അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. നമുക്ക് ഇവിടെ 5 മോൾ ഉണ്ടെങ്കിൽ ഇവിടെ 5 മോൾ വേണമായിരുന്നു, പക്ഷെ 2.5 മോളേ ഉള്ളൂ. സോ 2.5 മോളോട് കൂടി B ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ശ്രദ്ധിക്കണേ, ആരാണോ കുറച്ച് അളവിലുള്ളത് അവരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇവിടെ 2.5 മോൾ ആണ് ബിക്ക് ഉള്ളത്, പക്ഷെ എ ആണെങ്കിലോ 5 മോൾ ഉണ്ട്. നോക്ക്, ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ 1 മോൾ ആയിരിക്കണം, ഇവിടെ 5 മോൾ ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കണം. പക്ഷെ എത്രയേ ഉള്ളൂ? 2.5 ഉള്ളൂ. കുറവായുള്ളതുകൊണ്ട് ബി ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോവാം.
നോക്കാം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 80 gram മീഥേൻ. 80 gram മീഥേൻ കത്തിച്ചാൽ എന്തുമാത്രം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ആകും? സിമ്പിൾ ക്വസ്റ്റ്യൻ. 80 gram മീഥേൻ കത്തിച്ചാൽ എന്തുമാത്രം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ആകും? നമുക്കറിയാം എന്തൊരു സാധനം കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കണം? പ്ലസ് O2. സോ മീഥേൻ പ്ലസ് O2 നോക്കിയാണേ. മീഥേൻ പ്ലസ് ഓക്സിജൻ ഗീവിംഗ്. നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആരൊക്കെയായിരിക്കും? കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. ശ്രദ്ധിക്കണേ, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഒരു ഹൈഡ്രോ കാർബൺസ്, എന്താണ് ഹൈഡ്രോ കാർബൺസ്? കാർബണും ഹൈഡ്രജനും ചേർന്നാണ് ഹൈഡ്രോ കാർബൺസ്. നോക്കാണ്, കാർബണും ഹൈഡ്രജനും. അപ്പൊ അങ്ങനെയുള്ള സാധനം കത്തി നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കാർബൺ ഡയോക്സൈഡും വാട്ടറും മാത്രമേ കിട്ടത്തുള്ളൂ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ഒരു കാർബൺ 4 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. സോ ബാലൻസ് അല്ല. 2 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ ആക്കി. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2ഉം 4 ഓക്സിജൻ. സോ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് കാർബൺ 1 ഹൈഡ്രജൻ 4 2 into 2 4 ഹൈഡ്രജൻ. ഓക്സിജൻ ഇവിടെ 4 ഓക്സിജൻ 2 plus 2 4 ഓക്സിജൻ. ഓക്കെ ആണല്ലോ. സോ ഇക്വേഷൻ ഇപ്പൊ ബാലൻസ് ആയി. നമുക്ക് എഴുതാം. ഗ്രാമിലായതുകൊണ്ട് നമുക്ക് ഗ്രാമിലോട്ട് മാറ്റാം. നമുക്ക് കാർബണിന്റെ 12 ആണ്, ഹൈഡ്രജന്റെ 1 ആണ്. 1 into 4 4 പ്ലസ് 12 4 16. സോ 16. അത് 16 gram മീഥേൻ പ്ലസ് ഓക്സിജൻ. ഓക്സിജൻ 16 ആണ്. 16 into 2 32. 32 into 2 അപ്പൊ എത്ര? 64 gram ഓക്സിജൻ ഗീവിംഗ്. ശ്രദ്ധിക്കണേ, 16 gram മീഥേൻ 16 ഗ്രാമും ഓക്സിജൻ 64 gram ഗീവിംഗ്. കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. 16 into 2 32. 32 plus 12 44 gram കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. നമുക്ക് ഹൈഡ്രജന്റെ 1 ആണ്. 1 into 2 2 പ്ലസ് 16 18 ആയി. 18 into 2 18 36. സോ 36 gram വാട്ടർ. നമുക്ക് വാട്ടറിന്റെ കാര്യം ഇവിടെ നോക്കണ്ട, കാരണം നമുക്ക് കാർബൺ ഡയോക്സൈഡ് തന്നിട്ടുള്ള. നമുക്ക് 16 gram മീഥേൻ കത്തിച്ചാൽ നമുക്ക് വേണ്ട ആകെയാണ് മീഥേനെയും കാർബൺ ഡയോക്സൈഡ് മാത്രം മതി. നമുക്ക് 16 gram മീഥേൻ കത്തിച്ചാൽ 44 gram കിട്ടും, കാർബൺ ഡയോക്സൈഡ് കിട്ടും. 16 gram മീഥേൻ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര തരും? 44 gram കാർബൺ ഡയോക്സൈഡ് തരും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 gram മീഥേൻ കത്തിയാലോ? 44/16 gram കാർബൺ ഡയോക്സൈഡ് കിട്ടും. എന്താ ഇത്? ഞാൻ രണ്ട് സൈഡും 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാണ്? 1 gram ആക്കാൻ. എന്തിനാണ് 1 gram ആക്കുന്നത്? എനിക്ക് ഇവിടെ 80 ഗ്രാമിന്റെ വേണം. 16 80 ആക്കാൻ പാടല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്ത് ആദ്യം 1 gram ആക്കിയിട്ട് പിന്നെ ഞാൻ 80 gram ആക്കാൻ പോണം. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും 80 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 80 gram മീഥേൻ കത്തിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 44/16 into 80. 44/16 into 80. 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 കൊണ്ട് 11 തവണ 16 4 തവണ 4 ഇത് 2 തവണ. സോ 2 into 11 22. 22 0 270. സോ 220 gram കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഓക്കെയാണ്. ഇവിടെ കട്ട് ചെയ്ത് 44 16. 4 കൊണ്ട് കട്ട് ചെയ്ത് 11 തവണ 4. ആ ഡിവൈഡ് ബൈ 4 into 8 ചെയ്തപ്പോഴത്തേക്കും പിന്നെ 11 ചെയ്തപ്പോൾ 220 gram കാർബൺ ഡയോക്സൈഡ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോവുകയാണേ. നോക്കാം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട്. An organic compound has carbon equal to 40%, hydrogen equal to 6.6% and oxygen equal to 53.34%. ഇതൊക്കെയാണ് ഏതൊരു കോമ്പൗണ്ടിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.34%. ഫൈൻഡ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. അതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടെത്തുക. If its molecular mass is 90 gram ആണ് അതിന്റെ മോളിക്കുലർ മാസ് അഥവാ മോളർ മാസ് എന്തുവാണാവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.34%. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ ശതമാനത്തെ എന്താക്കണം? ഗ്രാമിലോട്ട് മാറ്റണം. നോക്കാം എന്താണ് നമ്മൾ അസ്യൂം ചെയ്യണേ? ടോട്ടൽ 100% ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ടോട്ടൽ 100 gram ആണ്. 100% ആണ്, 100 gram ആണ്. അതില് 40 gram ആണ് കാർബൺ, 6.66 gram ആണ് ഹൈഡ്രജൻ,
53.34 ഗ്രാം ആണ് ഓക്സിജൻ എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം കാർബൺ എന്ത് ചെയ്യുക, 40% എന്നുള്ളത് 40 ഗ്രാം ആക്കുക, 40 ഗ്രാം ആക്കി. അതുപോലെ ഹൈഡ്രജൻ്റെത് 6.66% എന്നുള്ളത് 6.66 ഗ്രാം ആക്കുക, അതാക്കി. ഓക്സിജൻ 53.34% എന്നുള്ളത് 53.34 ഗ്രാം എന്നാക്കി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മള് ഇതിന്റെ തന്നെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 40 ഡിവൈഡ് ബൈ കാർബൺ 12 ആണ് ചെയ്യുമ്പോൾ നമുക്ക് 3.33 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ഞാൻ അതുകൊണ്ടാണ് ചെയ്ത് കാണിച്ചത്. ഹൈഡ്രജൻ അപ്പൊ എന്ത് ചെയ്യുക, 6.66 ഡിവൈഡ് ബൈ ഹൈഡ്രജൻ്റെ 1 ആണ്. സോ 1 ചെയ്യുമ്പോൾ നമുക്ക് 6.66 എന്ന് കിട്ടും. ഓക്സിജൻ്റെത് 53.34 ഡിവൈഡ് ബൈ ഓക്സിജൻ്റെത് 16 ആണ് ചെയ്യുമ്പോൾ നമുക്ക് 3.33 എന്ന് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇതിൽ ചെറിയ നമ്പർ നോക്കണം. ഇവിടെ 3.33 ആണ്, 6.66 ആണ്, 3.33 ആണ്. അപ്പൊ ചെറിയ നമ്പർ ആരാണ്, 3.33 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ 3.33 കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. സോ 3.33 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 1. ഇവിടെ ആണെങ്കിലോ 6.66 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 1. ഇവിടെയും ഇവിടെ 2 വരെ. ഇവിടെ 3.33 ഡിവൈഡ് ബൈ 3.33 ഈക്വൽ ടു 1. നമുക്ക് കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. സോ എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു നമുക്ക് കിട്ടി. എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു എത്രയാണ്, കാർബൺ 1 C1, ഹൈഡ്രജൻ 2 H2, ഓക്സിജൻ 1 O1. സോ എന്ത് ചെയ്യാം, CH2O. ഇതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഞാൻ എംപിരിക്കൽ ഫോർമുല മറക്കല്ലേ, CH2O. ശരി, ഇത് മാറ്റിയാണേ. നോക്കാം നമുക്ക് ബാക്കി. നമുക്ക് എന്ത് കിട്ടി, എംപിരിക്കൽ ഫോർമുല കിട്ടി, CH2O ആണെന്ന് കിട്ടി. CH2O ആണ് എംപിരിക്കൽ ഫോർമുല എന്ന് കിട്ടി. എംപിരിക്കൽ ഫോർമുല കിട്ടി, നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടെത്തണം. സോ എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ ടു കാർബൺ 1 ആണ്, കാർബൺ 12 ആണ്. 12 ഇൻറ്റു ഇത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ ഇൻറ്റു 1 പ്ലസ് ഹൈഡ്രജൻ 1 ആണ്, 2 എണ്ണം ഉണ്ട്. സോ 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 പ്ലസ് ഓക്സിജന്റെ 16 ആണ്, 16 ഇൻറ്റു 1 16, 16 ഇൻറ്റു 1 നമുക്ക് 12 ഇൻറ്റു 1 12, 12 പ്ലസ് 1 ഇൻറ്റു 2 2 പ്ലസ് 16 ഇൻറ്റു 1 16. സോ നമുക്ക് 12 പ്ലസ് 2 പ്ലസ് 16, 12 2 14, 14 16 30 ഗ്രാം ആണെന്ന് കിട്ടി. എംപിരിക്കൽ ഫോർമുല മാസ് 30 ഗ്രാം ആണെന്ന് കിട്ടി. എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടിയ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് n കണ്ടെത്താം. n ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണല്ലോ. മോളിക്കുലർ മാസ് എത്ര, 90. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 90 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 30 ആണ് നമുക്ക് ഇപ്പൊ കിട്ടി. സോ 3 n ഈക്വൽ ടു 3 ആണെന്ന് കിട്ടി. n ഈക്വൽ ടു 3. എന്ത് ചെയ്യാം, മോളിക്കുലർ ഫോർമുല കണ്ടെത്താം. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. പക്ഷെ മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ തന്നെ ഇത്ര തവണ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടല്ലോ. n എത്ര, 3 ആണ്, ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എത്രയാണ്, CH2O. മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് കാർബൺ 1 ഉള്ളൂ, 1 ഇൻറ്റു 3 3. സോ C3. H2 ആണ്, 2 ഇൻറ്റു 3 6 6. ഓക്സിജൻ 1 ആണ്, 1 ഇൻറ്റു 3 3. ഇതാണ് മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് C3H6O3. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ലോസ് ചോദിച്ചിട്ടുണ്ട്. 4 ലോസിന്റെ ആപ്ലിക്കേഷൻ എന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അതൊന്നും ഇപ്പൊ പറയാത്തത്, അതിന്റെയൊക്കെ വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.